അതൊരു വലിയ ബന്ധമാണ്. പരസ്പരം മനുഷ്യൻ തമ്മിലുള്ള സൗഹൃദം. ആ സൗഹൃദവും കൂട്ടായ്മകളും ഇന്ന് വളരെയധികം പരിമിതപ്പെട്ടു വരികയാണ്. ബോധപൂർവം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, പൊതുയിടങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും ചെയ്യാത്ത വിധത്തിൽ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾക്കും കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഫണ്ട് പ്രത്യേകമായി അലോട്ട് ചെയ്യുക. മാലിന്യം ഇല്ലാതാക്കിയാൽ മാത്രം പോരാ, അവിടെ പിന്നെ മാലിന്യ നിക്ഷേപ കൂമ്പാരമായി വരാതിരിക്കാൻ വേണ്ടിയുള്ള ക്ലീൻ കേരള മിഷന്റെ എഫേർട്ടിന്റെ ഭാഗമായി സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി പ്രത്യേക പദ്ധതികളിടുക. ആ പണം വേറൊന്നിനും ചെലവാക്കാൻ കഴിയില്ല. ചെല്ല് ചോദിക്കാറുണ്ട്, ഈ പൂച്ചട്ടി വെച്ച് പിടിപ്പിക്കുന്നതിന് കാശ് മുടക്കുന്നതിന് പകരം ഇവിടെ പൈപ്പിൽ കുടിവെള്ളം എത്തിയിട്ടില്ല, അത് തരാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ആ പഞ്ചായത്തിന്റെ അധികാരിക്ക് അറിയാം രണ്ടിനും രണ്ട് ഫണ്ടാണ്, ഏതെങ്കിലും ഒന്നിനെ മുടക്കാൻ പറ്റുള്ളൂ. ആ ഫണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടും വേണം, കുടിവെള്ളവും വേണം, മറ്റൊന്നും വേണം. അപ്പൊ ആ നിലയിൽ സൗന്ദര്യവൽക്കരണത്തിന് ക്ലീൻ കേരള മിഷന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യയിൽ ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മികവുറ്റ സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ള നിലയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ മിക്കവാറും സ്ഥലത്ത് ഓപ്പൺ ജിമ്മുകളൊക്കെ വന്നു തുടങ്ങി അല്ലേ? സ്ത്രീകൾക്കടക്കം പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഓപ്പൺ ജിമ്മുകൾ വന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അത് ഉണ്ടായിരുന്നില്ല. ആരോഗ്യ പരിരക്ഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങി. നടപ്പുകൾ കൂടുതൽ വർദ്ധിച്ചു. സ്വന്തം ആരോഗ്യത്തെ സംബന്ധിച്ച് ഉത്കണ്ഠയുണ്ട്. ആയുഷ് പരിധി എന്ന് പറയുന്നത് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. പോഷകാഹാരക്കുറവ് കൊണ്ട് ഒരു കുഞ്ഞ് മരിക്കുന്നത് വളരെ കഷ്ടമാണ്. ഗാസയിൽ ഒരുപാട് കുട്ടികൾ മരിച്ചപ്പോൾ വാസ്തവത്തിൽ കുടിവെള്ളം പോലും കിട്ടാനില്ല എന്നുള്ളതാണ് ഗൗരവം. ലീലാവതി ടീച്ചർക്ക് ദേശാഭിമാനി പുരസ്കാരം കൊടുക്കുകയാണ് കേരളത്തിന്റെ അമ്മ, കേരളത്തിന്റെ സാഹിത്യ നായിക. 28-ാം തീയതി കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ദേശാഭിമാനിയും പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും CPM എല്ലാം ചേർന്നുകൊണ്ട് ലീലാവതി ടീച്ചർക്ക് പുരസ്കാരം കൊടുക്കുകയാണ്, ദേശാഭിമാനിയുടെ ആദ്യത്തെ പുരസ്കാരം. ലീലാവതി ടീച്ചറോട് അഭിമുഖം ചോദിച്ച്, ടീച്ചർ ഈ പ്രായ സന്ദർഭത്തിൽ എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കുന്നത്, ഇപ്പോൾ വായനയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ടോ, എഴുത്തുണ്ടോ എന്ന് ചോദിച്ചു. അതിനൊന്നും ഒരു കുറവും എനിക്ക് സംഭവിച്ചിട്ടില്ല. വളരെ ഷാർപ്പാണ്, നിരൂപകയാണ്. അവർ പറഞ്ഞു, ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഗാസയിലെ ഒരു കുഞ്ഞ് ഒരു നിറ്റ് വെള്ളം കുടിക്കാനില്ലാതെ അവൻ യഥാർത്ഥത്തിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ തകർന്ന് തരിപ്പണമായി, അതിൻ്റെ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, ആ കുഞ്ഞ് അനാഥമായി പോയിരുന്ന സന്ദർഭത്തിൽ ഒരു വറ്റിറക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വേദന എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതാണ് ലീലാവതി ടീച്ചർ പറഞ്ഞ കാര്യം. അതുകൊണ്ട് അതെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്ന ദിവസമാണ്. അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഗാസയിൽ യുദ്ധം ആരംഭിച്ചിട്ട് 2 വർഷം ആവുകയാണ് അല്ലേ? 2 വർഷം ആകുന്ന ദിവസമാണ്. ഒരു തർക്കമുണ്ട് ആളുകളുടെ ഇടയിൽ തമ്മിൽ. ഹമാസ് ആരംഭിച്ച യുദ്ധമാണോ അതോ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധമാണോ എന്നാണ്. ആദ്യം ആരംഭിച്ചത് ആരെന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കം. 67,000 ആളുകൾ മരണപ്പെട്ടു. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മരിച്ചത്. മരിച്ചതല്ല, കൊല്ലപ്പെട്ടത്. കുട്ടികളും കൂടുതൽ കൊല്ലപ്പെട്ടു. ഇപ്പോഴും ആ ദാഷ്ട്യം നിൽക്കാനും അവസാനിച്ചിട്ടില്ലല്ലോ. വെടിനിർത്തലിന് വേണ്ടി ഉപദേശം തരുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ കൊടും ഭീകരമായിട്ടുള്ള അമേരിക്കയുടെ താളത്തിനൊത്തുള്ളുന്ന ഗുണ്ടയായി യഥാർത്ഥത്തിൽ പലസ്തീനെ, പശ്ചിമേഷ്യയെ സമാധാനത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു തെളിനീര് പോലും ലഭ്യമല്ലാത്ത വിധത്തിൽ ഒരു മരുഭൂമിയിലേക്ക്, അസമാധാനത്തിന്റെ മരുഭൂമിയിലേക്ക് അതിനെ തള്ളിവിടാൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നമുക്കിന്ന് കാണാൻ കഴിയുക. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ എത്ര പേര് സമയകലയിൽ നമ്മൾ വിടുമോ? സഖാവേ, ഒരുപാട് കാലമായല്ലോ പറയാൻ ആഗ്രഹിക്കുന്നു. മുടിമാലി നിർമ്മാർജ്ജത്തിന്റെ കാര്യം എന്തായി? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ ഗാസയൊക്കെ പറഞ്ഞു ഞാൻ തുടങ്ങിയാൽ ഇനി മേലിൽ ഇയാളെ ഞങ്ങളുടെ സമ്മേളനത്തിന്റെ അയലക്കത്തേക്ക് അടുപ്പിക്കരുത് എന്നൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണിത്. എനിക്കൊരു പരിഭവമുള്ളത് എന്താണെന്ന് വെച്ചാൽ CITന് ഒരുപാട് തൊഴിലാളി സംഘടനകളുണ്ട് കേരളത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 32 ലക്ഷം മെമ്പർഷിപ്പ്, 2000-ത്തിലധികം വരുന്ന ട്രേഡ് യൂണിയനുകൾ, നിങ്ങളടക്കം. പക്ഷേ ഒരു മേമ്പടിക്ക് കൊള്ളില്ല എന്ന് ഞാൻ പറയില്ല. ആനയ്ക്ക് ആനയുടെ വില തിരിച്ചറിയണമല്ലോ, വേണ്ടേ? CIT അടക്കമുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ നടത്തിയിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് മണ്ണിൽ പണിയെടുക്കുന്നതിൻ്റെ അവകാശമായി അവർ ഭൂമി പതിച്ചു കിട്ടിയത്. VS-നെ
എട്ടും പൊട്ടും അറിയാത്ത 2 വയസ്സുകാരി കുഞ്ഞുങ്ങൾ വിലാപയാത്രയിൽ രാത്രി 2 മണിക്കൊക്കെ കൊല്ലം പട്ടണത്തിലൊക്കെ നിന്ന് ആ വിലാപയാത്രയോടെ സഞ്ചരിച്ച ഞാൻ കേട്ട് ഞെട്ടിപ്പോയതാ. നിങ്ങൾ പത്രത്തിലെല്ലാം വായിച്ചു. കണ്ണേ കരളെ VSA എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ മുത്തച്ഛനായ ഈ 101 വയസ്സുകാരനായ ഈ VS അച്യുതാനന്ദനെ അവർക്കറിയില്ല. എന്നാലും ആരോ പറഞ്ഞു കേട്ടൊരു വികാരമാണ് ഇദ്ദേഹം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ വിളി, ആ മുദ്രാവാക്യം വിളി. നമ്മൾ ചില സന്ദർഭങ്ങളിൽ കേൾക്കാറുണ്ട് വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം. അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ് തെരുവിൽ അമേരിക്കയിലെ ധനകാര്യ ബാങ്കുകൾ പൊട്ടിപ്പാളീസായപ്പോൾ കുമള പൊട്ടൽ പ്രതിഭാസം ആരംഭിച്ചിരിക്കുന്നു. കുമള എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ആകർഷകമായ കുമളയാണ്. ഇതാണ് വികസനം എന്ന് പറഞ്ഞപ്പോൾ ആ വികസനം പൊള്ളയാണെന്ന് എത്രയോ കാലമായി CIT അടക്കം പറയുന്നു. അത് തൊഴിൽദായകമല്ല, അത് ഭാവിദായകമല്ല, അതൊരു തരത്തിലും ഫ്യൂച്ചർലെസ് ആണ്, അത് വർത്ത്ലെസ് ആണ്, അത് റൂട്ട്ലെസ് ആണ്, അത് ജോബ്ലെസ് ആണ് എന്ന് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സിനെ പോലുള്ള മഹാരഥന്മാരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആഗോളവൽക്കരണവും അതിൻ്റെ അസംതൃപ്തികളും ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടൻസ് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള പുസ്തകത്തിൽ എഴുതി വെച്ചതുപോലെ ഈ കുമളവെട്ടൽ പ്രതിഭാസം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ പ്രതാപശാലികളായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും അവരുടെ മക്കളുമെല്ലാം ചേർന്നുകൊണ്ടാണ് വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം ആരംഭിച്ചത്. അവർ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം, നിങ്ങൾ 1% ഞങ്ങൾ 99% നിങ്ങൾക്ക് ഓർമ്മ വേണമെന്നാണ്. എന്താ 1ഉം 99 തമ്മിലുള്ള വ്യത്യാസം? ഏതാത് എൻ്റെ പൊന്നു സഖാവേ, ഈ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സമയവും ഞങ്ങൾക്ക് കിട്ടാറില്ല. അത് ശരിയാ, നമ്മുടെ ഒരു പരിമിതിയാണ്. ആളുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിശ്രമിക്കാൻ പോലും നേരം ഉണ്ടാവില്ല. പത്രം വായിക്കുന്നത് ആകെ ഇന്ന് വായിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് സഖാവ് ഇന്ന് സമ്മേളനം വിളിച്ചത്. പിന്നെ ഇന്നത്തെ വായനയും തീർന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആശയലോകം എന്ന് പറയുന്നത് പരാവാരം പോലെ ഇങ്ങനെ കിടക്കുകയാണ്, ബ്രഹ്മാണ്ടം പോലെ. അതിൽ നമ്മുടെ മസ്തിഷ്കത്തെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ ആശയലോകത്തിന് വലതുപക്ഷ സ്വാധീനം വളരെ വലുതാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ചാനൽ എത്രയുണ്ടെന്നറിയാമോ? രാജീവ് ചന്ദ്രശേഖരന്. എന്തിനാണ് ഒരു കോർപ്പറേറ്റ് മുതലാളിമാർക്ക് TV ചാനൽ? അമേരിക്കയിൽ ട്രംപിനോട് ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് ക്യാബിനറ്റ് റാങ്കിൽ നിന്ന് റാങ്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ആളാണ് ഇലോൺ മസ്ക്. അയാൾക്ക് എത്ര ചാനലുണ്ടെന്നറിയാമോ? അദാനിക്ക് എത്ര ചാനലുണ്ടെന്നറിയാമോ? അംബാനിക്ക് എത്ര ചാനലുണ്ടെന്നറിയാമോ? ഈ കമ്പനികളുടെ മുതലാളിമാർക്ക് എന്തിനാ ടെലിവിഷൻ ചാനൽ? മലയാള മനോരമയ്ക്ക് എത്ര ചാനലുണ്ടെന്നറിയാമോ? അപ്പൊ അവരോടെല്ലാം പൊരുതാൻ ഇടതുപക്ഷ ആശയം, തൊഴിലാളി വർഗ ആശയത്തിന് ഒരുപാട് പരിമിതിയുണ്ട്. ആ പരിമിതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ CITUവിൻ്റെ ഫേസ്ബുക്ക് പേജ്, CITUവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്, CITUവിൻ്റെ വാട്സപ്പ് പേജ്, നിങ്ങൾ CITUവിൻ്റെ അംഗങ്ങളാണെങ്കിൽ നിങ്ങൾ എത്ര പേര് കാണാൻ അത് കാണാറുണ്ട്, അതിൽ ലൈക്ക് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ മൗനം മാത്രമായിരിക്കും മറുപടി. കാര്യമായി അങ്ങനെ ആരും നോക്കാറില്ല. നമ്മൾ CITUവിൻ്റെ ഭാഗമല്ലേ? 32 ലക്ഷം പേരുള്ള CITUവിലെ ഈ ഫേസ്ബുക്ക് പേജ് പണിമുടക്ക് പോലുള്ള നിർണായകമായ സന്ദർഭത്തിൽ പിന്നാലെ നടന്നത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യ്, അത് പരമാവധി ആ സന്ദേശം, ആ മെസ്സേജ് ആളുകളിൽ എത്തിക്ക്, നമ്മുടെ സുമരമുദ്രാവാക്യമാണ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു 6.5 ലക്ഷം പേരൊക്കെയാണ് കാണുന്നത്. അത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് നമുക്ക് എടുക്കാൻ തോന്നിയില്ല. അവരുടെ ഗ്രൂപ്പുകളിലേക്ക്, അവരുടെ അംഗങ്ങളിലേക്ക് പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അത്രേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആശയമണ്ഡലം ബ്രഹ്മാണ്ടമാണ്. അതെല്ലാം വലതുപക്ഷ ആശയങ്ങളാണ്. നിരന്തരമായി കൊടുങ്ങല്ലൂർ ഭരണിയാണ് എല്ലാത്തിനും വേണ്ടി പറയുന്നത്. പിണറായി വിജയൻ സർക്കാരിനെയും അതിനെ മിക്കവാറും അരച്ച് കലക്കി കുടിച്ച് 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു അത്യാഗ്രഹം പൂണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ വലിയ മീഡിയകളും അതുപോലെ തന്നെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലെ പ്രവർത്തന കേന്ദ്രങ്ങളും വലുതായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ് ഒരു CITU സന്ദേശം, ഒരു ദേശാഭിമാനി പത്രം, ഒരു CITUവിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലിവിഷനിൽ കൈരളി ചാനൽ, ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആനവായിൽ അമ്പഴങ്ങ. എത്ര പേര് ഇത് കാണുന്നുണ്ട്? എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? അവസാനം എന്ത് സംഭവിക്കും? കാര്യങ്ങളോടെടുക്കുമ്പോൾ കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ച പോലെ ആയിരിക്കും ഫലം. അങ്ങനെ ആവുന്നുണ്ടോ?
അവിടെ ചൂണ്ടിക്കാണിച്ചു വരാൻ പോകുന്നത് വലിയൊരു രാഷ്ട്രീയ സമരമാണ്. തൃശ്ശൂർ പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ടാണ് നവംബർ മാസം 10-നോ 11-നോ ഏതാണ്ട് ആ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. നിങ്ങളെല്ലാം വോട്ടർമാരാ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ളവർ വോട്ടർമാരാ. ഡിസംബറായി. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെ ഡിസംബർ 19, ഞാൻ നവംബർ എന്നാണ് പറഞ്ഞത്. ഏപ്രിൽ മാസത്തിൽ ഒരു 6 മാസം കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അതാണ് ഞാൻ സാമ്പിൾ വെടിക്കെട്ടാണെന്ന് പറഞ്ഞത്. പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ടാണ്. എന്തായിരിക്കും നമ്മുടെ സമീപനം? എന്തായിരിക്കണം നമ്മുടെ സമീപനം? CITU ആഗ്രഹിക്കുന്ന പോലെ, CITU ലക്ഷ്യമിടുന്ന പോലെ ഒരു പ്രവർത്തനം നമുക്ക് വികസിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? സന്ദർഭം അതായതുകൊണ്ട് വണ്ടി പോയി കഴിഞ്ഞിട്ട് കൈ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനിതിവിടെ പറയുന്നത്. കിട്ടിയ അവസരത്തിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കിട്ടും. അതേപോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കിയോ, വണ്ടി പോയി കഴിഞ്ഞിട്ട് കൈ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വെറുതെ എല്ലാവരും പറഞ്ഞത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? അതിനുമുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ എന്ന ആരിഫ് വേറെ ഒരൊറ്റ കുട്ടി പാർലമെന്റിലേക്ക് പോയില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തില്ല. പോയോ? എന്താ കാരണം? വോട്ടുണ്ടായില്ല. അതെന്താ കാരണം? കാരണങ്ങൾ ഒരുപാടുണ്ടാവും, പക്ഷെ വോട്ടുണ്ടായില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചേ? ആലത്തൂരിൽ നിന്ന് ഒരെണ്ണം മാത്രം ആണോ? തൃശ്ശൂർക്കാരുണ്ടോ അവിടെ? തൃശ്ശൂർക്കാർ ആരുമില്ലേ? തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആരുമില്ലേ? ഒരാളേ ഉള്ളൂ. അതിപ്പോ തൃശ്ശൂർക്കാരിയാണെന്ന് പറയാൻ പറ്റില്ല. തൃശ്ശൂരിൽ നിന്ന് രാധാകൃഷ്ണൻ മാത്രമേ ജയിച്ച ആലത്തൂരിൽ നിന്ന്, അല്ലേ? മലപ്പുറത്തുകാർക്ക് അറിയാമല്ലോ. ആയ പാർലമെന്റ് സീറ്റ് എത്ര? 20 എന്താ നമുക്ക് വകുപ്പില്ലാഞ്ഞിട്ടാണോ? ശേഷിയില്ലാഞ്ഞിട്ടാണോ? CITUവിന്റെ മെമ്പർഷിപ്പ് ഞാൻ പറഞ്ഞു 32 ലക്ഷം. എത്ര വോട്ടാവും 32 ലക്ഷം എന്ന് പറഞ്ഞാൽ? മുഴുവനും കിട്ടൂല. അങ്ങനെ നോക്കണ്ട. നിങ്ങളുടെ കിട്ടൂല എന്നല്ല ഞാൻ പറഞ്ഞത്. കിട്ടാത്തവരും ഉണ്ടാവും. രാഷ്ട്രീയമായി എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാവണമെന്നൊന്നുമില്ലല്ലോ. പക്ഷെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ അവർ നിലപാടെടുക്കും. അല്ലാതെ പരമ്പരാഗതമായി അച്ഛനും അമ്മയും ഒക്കെ കോൺഗ്രസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാരമ്പര്യ ധാരണകളൊക്കെ മാറി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ റിയാക്ട് ചെയ്യും, പ്രതികരിക്കും. വേണ്ടേ? അണമുട്ടിയാൽ ചേരയും കടിക്കുമെന്നല്ലേ കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കഴിക്കുന്നത് ബ്രോയിലർ ചിക്കനാണ്. മാർക്കറ്റിൽ അതാണ് കൂടുതലുള്ളത്. നാടൻ കോഴിയെ കിട്ടാറില്ല. പക്ഷെ അതിന്റെ സ്വഭാവം കാണിക്കേണ്ട ഏതിൻ്റെയാ? നാടൻ കോഴിയുടെ, മറ്റേതിൻ്റെ അല്ല. ബ്രോയിലർ ചിക്കന്റെ സ്വഭാവം കാണിച്ചാൽ ഒരു ഗുണമുണ്ടാവില്ല. നാടൻ കോഴിയാണെങ്കിൽ കൊത്തിപ്പറിക്കും. ചോര കുടിക്കാൻ തീരും. ഒരു കൊതുക് വന്ന് ചോര കുടിക്കാൻ തീരുമാനിച്ചാൽ ഷോ എന്ന് പറഞ്ഞാൽ ചോര മുഴുവനും കുടിച്ചു തീരും. അടിച്ചു കൊല്ലണം. വേണ്ടേ? അതുകൊണ്ട് പ്രതികരണമുള്ളവരായിരിക്കണം നമ്മൾ. ആ പ്രതികരണം ഉണ്ടെങ്കിൽ ഇങ്ങനെ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മുടെ ചില ദൗർബല്യങ്ങൾ, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ചില ബോധ നിലവാരങ്ങൾ, ഇതെല്ലാം നമ്മളെ ഇവിടെ CITU ആക്കുന്നുണ്ടെങ്കിലും ബാലറ്റ് കൈ കിട്ടി കഴിയുമ്പോൾ വേറെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായി വരുന്നുണ്ട്. ഉള്ള സത്യം നമ്മൾ തമ്മിൽ പറഞ്ഞതാണ്. നിങ്ങൾ എന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ വെറുതെ എത്ര മെമ്പർമാരാണ്? 32 ലക്ഷത്തിൽ നമ്മൾ ചെറുതാണ്. 2 ലക്ഷം, 1 ലക്ഷം, 10,000, 20,000 ഒക്കെ മെമ്പർഷിപ്പുള്ള വലിയ സംഘടനകളുണ്ട്. ഞാൻ എല്ലാം കൂടി ചേർത്താ പറയുന്നത്. നമ്മുടെ കുറവ് മനസ്സിലാക്കണ്ടേ? വാസ്തവത്തിൽ 32 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 ലക്ഷം എങ്കിലും വോട്ടായി മാറണം. ഒരു വീട്ടിലൊരു 3 പേരുടെ വോട്ട് കണക്കാക്കിയാൽ. അതത്ര ധൈര്യമില്ല. 90 വേണ്ട, 60 മതിയോ? ഞാനത് കണക്കെടുക്കാനാണ് ശ്രമിക്കുന്നത്. 60 മതി. ശരി, 60 മതി, സമ്മതിച്ചു. നിങ്ങളെല്ലാവരും മഹിളാ അസോസിയേഷൻ മെമ്പർഷിപ്പാണോ? സുജാത പ്രസിഡന്റായിട്ടുള്ള വേറൊരു സംഘടനയുണ്ട്, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആണ്. എല്ലാവരും ചിലപ്പോൾ ആവണമെന്നില്ല. മഹിളയുടെ മെമ്പർഷിപ്പ് എത്ര? കേരളത്തിൽ 64 ലക്ഷം, 60 ലക്ഷം. ആ 60 ലക്ഷത്തിൽ CITUക്കാരും ഉണ്ട്. അപ്പം ഡബിളിങ് കണക്കാക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഒരു 20 ലക്ഷം, 30 ലക്ഷം നമ്മുടെ വോട്ടായിട്ട് കണക്കാക്കാമോ? ബാക്കി വിട്ടുകളെ ഞാൻ ശൈലോക്കൊന്നുമില്ല, ഉദാരമായി വിട്ടുകൊടുക്കുക. 30. അപ്പം എത്രയായി? 60, 30, 90ആയി. 90 നമ്മുടെ കൈവെള്ളയിലായി. DYFIയുടെ കേരളത്തിലെ മെമ്പർഷിപ്പ്, DYFI മെമ്പർമാർ ചിലരുണ്ടാവും ഇതിനകത്ത്, 40 വയസ്സിൽ താഴെ ഉള്ളവർ. 1,10,00,000 കേരളത്തിലെ മെമ്പർഷിപ്പ്. 15 വയസ്സുകാർക്ക് വോട്ടുണ്ടാവില്ല. അവിടെ മെമ്പർഷിപ്പ് അത് മുതലാണ് തുടങ്ങുന്നത്. 18 വയസ്സായാലും വോട്ടായി. ആ 1,10,00,000 ഒരു 50 ലക്ഷം കൂട്ടാമോ? 60 ലക്ഷം കട
അപ്പോൾ എത്രയായി? കണക്ക് കൂട്ടിക്കോ. 1.5 കോടിയായി ആണോ? കർഷക സംഘം, കർഷക തൊഴിലാളി 32-40 ലക്ഷമുണ്ട്. അതിലും വേണമെങ്കിൽ ഒരു 10 ലക്ഷം വീതം കുറച്ചാലും നമുക്ക് ഏതാണ്ട് 1.80. പിന്നെ ബോണസായി വരുന്നതാണ് ഇത് ഈ ഗണത്തിൽപ്പെടാത്ത അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ, ഇൻഷുറൻസ് ജീവനക്കാർ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അതെല്ലാം ബോണസാണ്. പിന്നെ നമ്മൾ മാത്രമല്ല, CPI ഉണ്ട്, അവർക്ക് സംഘടനകളുണ്ട്, അതും ഇടതുപക്ഷത്താണ്. അതെല്ലാം കൂടി ചേർത്താൽ ആക്ഷേപമില്ലാതെ കേരളത്തിൽ 2 കോടിയെങ്കിലും നമ്മുടെ കൈവെള്ളയിലാണ്. 2 കോടി വോട്ടായി മാറിയാൽ കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കുറച്ച് സീറ്റും കൂടി നമുക്ക് കിട്ടിയേനെ. അത് മനസ്സിലായില്ല. അതാണ് നമ്മൾ തമ്മിലുള്ള ഈ ഒരു CITയുടെ സാധാരണ സംഘടനകളും നമ്മളും തമ്മിലുള്ള മാനസികമായ ഒരു അന്തരം. അത് മനസ്സിലാവാത്തത്. ഇത്രയും വോട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 20 സീറ്റ് മാത്രമല്ല, തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കൂടി കുറച്ച് സീറ്റ് കിട്ടിയേനെന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെ കിട്ടും? അപ്പോഴും മനസ്സിലായില്ല. സ്വകാര്യമായിട്ട് പറഞ്ഞ പിന്നെ പറഞ്ഞുതരാം, അവർക്ക് പിടികിട്ടുന്നില്ല. 10 സീറ്റ് പാട്ടും പാടി നമുക്ക് കിട്ടില്ലേ? കർണാടകത്തിൽ കിട്ടാൻ പാടില്ല. അത് കർണാടകത്തിലെ വോട്ടിനല്ലേ കിട്ടുള്ളൂ. തമിഴ്നാട്ടിലെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായ അതുകൂടി കിട്ടിയനെന്ന് വേണ്ട. കേരളത്തിലെ 10ന്റെ സ്ഥാനത്ത് ഒരു 6 കിട്ടേണ്ടതാണോ? എന്താ ഒരെണ്ണമായി പോയത്? അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കണം പോലെയാണ്. ഇടതുപക്ഷ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ വരും. നേരത്തെ സാവോട് സൂചിപ്പിച്ച പോലെ അതിദാരിദ്ര്യരില്ലാത്ത സംസ്ഥാനം കേരളം. അത് ഇന്ത്യയിലല്ല, ലോകത്തിൽ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാണ് കേരളം. പോഷകാഹാരക്കുറവുകൊണ്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കുറവ് കുഞ്ഞു മരിക്കുന്ന ഏക സംസ്ഥാനം കേരളം. ലോസ് ആഞ്ചലസ് അല്ല, കേരളമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് ആ നിലയിൽ മാറി. കേരളത്തിലെ പിണറായി സർക്കാർ സാമൂഹ്യ നീതിക്ക് വേണ്ടിയും സാമൂഹ്യ വികസനത്തിന് വേണ്ടിയും പുതിയൊരു കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയും മാതൃകാപരമായി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ നേട്ടമാണ് യഥാർത്ഥത്തിൽ പോഷകാഹാര കുറവുണ്ട്, കുഞ്ഞുങ്ങൾ മരിക്കാത്തൊരു സ്റ്റേറ്റാണ് കേരളം എന്നുള്ള അനുഭവം നമുക്ക് ലോകത്ത് അങ്ങനെ ഒരു വിലയിരുത്തൽ കേരളം മാറിയിരിക്കുന്നു. അതിദാരിദ്ര്യരുടെ കണക്ക് കേരള ഗവൺമെന്റ് എടുത്തു. 2% താഴെ. അവർക്ക് എന്താ ഗവൺമെന്റ് ചെയ്ത്? നവംബർ മാസത്തോടുകൂടി അതിദാരിദ്ര്യം കേരളത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചാൽ മാറുമോ? അതിനുവേണ്ടി പണി ചെയ്യണം. പണി തുടങ്ങി 6 മാസം മുമ്പ് ആ വീടുകളിൽ റേഷൻ കാർഡ് ഇല്ലെങ്കിൽ റേഷൻ കാർഡ് കൊടുത്തു. അവർ പട്ടിണിയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള റേഷന്റെ അലോക്കേഷൻ കൊടുത്തു. ആ വീട്ടിലൊരാൾക്ക് ജോലി കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല, വിശദീകരിച്ചാൽ ഒരുപാട് മണിക്കൂറുകൾ നിന്ന് വിശദീകരിക്കാനുണ്ട്. അങ്ങനെ ചെയ്യുന്ന കേരളം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? ആ കേരളത്തിലെ ഈ ഗവൺമെന്റിനെ അതുകൊണ്ട് തന്നെ മൂക്കുകൊണ്ട് ഷാ വരപ്പിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ്. അയാൾ ഭ്രാന്ത് കാണിക്കുകയല്ല, അയാൾ കൗശലക്കാരനാണ്. അയാളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നല്ല ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളാരെങ്കിലും അടിയന്തരമായി അമേരിക്കയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടികളോ വീട്ടുകാരോ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നഴ്സുമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഇനി സൗന്ദര്യ മേഖലയിൽ തന്നെ ഇടപെടാൻ വേണ്ടി പോകാൻ ഒരുപാട് ചാൻസുകൾ അവിടെയുണ്ട്. അടിയന്തരമായി പോകണമെങ്കിൽ ഒരു വിസ, സ്പെഷ്യൽ വിസ അനുവദിക്കുമായിരുന്നു, H1B വിസ. ആ H1B വിസയ്ക്ക് ആകെ കൊടുക്കേണ്ട ഫീസ് നിലവിൽ 4 ലക്ഷം രൂപയാണ്. ചില ഏജൻസികൾ 6 ലക്ഷം രൂപ വരെ വാങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപ് ഇനി അങ്ങനെ അമേരിക്കയിൽ വന്ന് സൂഹിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ വിസയുടെ ഫീസ് കൂട്ടി. എത്രയാക്കിയെന്നറിയാമോ? ഈ 6 ലക്ഷത്തിന്റെ സ്ഥാനത്ത് എത്രയാക്കി? പറഞ്ഞു 88 ലക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ പോയി ജോലി കിട്ടി 1 കൊല്ലം പണിയെടുത്താൽ ഈ ഫീസ് കൊടുക്കാനുള്ള കാശുണ്ടാവില്ല. 88 ലക്ഷം, അത്രയും ഡോളറാണ്. 88 ലക്ഷം രൂപ. അതിനെ ഡോളറായി കൺവേർട്ട് ചെയ്താൽ കുറച്ചും കൂടി താഴ്ന്ന ഡോളറായിട്ട് നിൽക്കും. ഒറ്റയടിക്ക് കൂട്ടിയതാ, വൈരാഗ്യം തീർക്കാനാ. എന്താ ഇന്ത്യ ഗവൺമെന്റ് പ്രതികരണം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിണ്ടിയിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യക്കെതിരെ 50% വ്യാപാര ചുങ്കം ഏർപ്പെടുത്തി. നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖല, ചെമ്മീൻ ഏതാണ്ട് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ലോകത്ത് ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 2ാമത്തെ സംസ്ഥാനമാണ് ഇന്ത്യ.
ആ സമുദ്രോൽപ്പന്ന മേഖലയെ ഇത് ബാധിക്കുകയാണ്. നിങ്ങൾ കൊല്ലത്തുള്ളവരുണ്ടാവും, കശുവണ്ടി മേഖലയെ ബാധിക്കുകയാണ്. കയർ എക്സ്പോർട്ടേഴ്സ് മാനുഫാക്ചറിങ് ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴയില്ല, ഡെറാസ്മയിലടക്കം. ആ ആലപ്പുഴയിൽ എല്ലാ ബില്ലുകളും മിക്കവാറും വല്ലാതെ പ്രശ്നമായി. ഞങ്ങൾക്ക് ഇനി ഈ കൂലി കൊടുക്കാൻ കഴിയില്ല എന്ന് മുതലാളിമാർ പറഞ്ഞു തുടങ്ങി. നമ്മുടെ സെമിനാറിൽ വന്ന് പ്രസംഗിച്ചു അവർ. തോട്ടം മേഖല വലിയ പ്രതിസന്ധിയിലാണ്. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഗാർമെന്റ് ഇൻഡസ്ട്രി പ്രശ്നത്തിലാണ്. അമേരിക്കയിലേക്ക് ജനറിക് മെഡിസിൻ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സ്റ്റേറ്റാണ് കേരളം, ഇന്ത്യ. അതിനെല്ലാം ഈ ചുങ്കം വ്യാപാരമാകുമ്പോൾ അവർ പറയുന്ന വിലയ്ക്ക് അവിടെ കൊണ്ടുപോയി വിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് നമുക്ക് നഷ്ടപ്പെടും. കയറ്റുമതി മേഖലയിൽ നിന്ന് വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് വരുന്നത് ചുരുങ്ങും. നമ്മുടെ കുട്ടികൾ വീട്ടിലിരുന്നു കൊണ്ടും കോൾ സെന്ററുകളിൽ ഇരുന്നുകൊണ്ടും IT കമ്പനികളിൽ ഇരുന്നുകൊണ്ടും ജോലി ചെയ്യുന്നുണ്ട്. എഞ്ചിനീയർമാർ, ഇലക്ട്രോണിക് എഞ്ചിനീയർമാർ, IT വിദ്യാർത്ഥി ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ 10 മണിക്ക് ഉറങ്ങുമ്പോൾ അവർ 10 മണിക്ക് ഉറക്കമൊളിച്ച് വീണ്ടും പണി ചെയ്യാണ് രാത്രി. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ പകലായതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാലേ അവരുടെ ബിസിനസ്സുമായിട്ട് ചോദ്യോത്തരത്തിൽ അവരുടെ പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെല്ലാം ചുങ്കം വർദ്ധിക്കുക. അതുകൊണ്ടാണ് TCS പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് 12,000 പേരെയാണ് ഞങ്ങൾ ഉടനെ പിരിച്ചുവിടാൻ പോകുന്നത്. ഞങ്ങൾക്ക് വരുമാനം കുറയും. IT കയറ്റുമതി പൂർണ്ണമായി കുഴപ്പത്തിലാവും. കേരളം സോഫ്റ്റ്വെയർ IT കുറച്ച് കയറ്റുമതി ചെയ്യുന്നതാണ് ഈ IT ഔട്ട്സോഴ്സിംഗ് മേഖലയിൽ. ഇങ്ങനെ ഓരോ രംഗങ്ങളിലും പ്രതിസന്ധി നമുക്ക് ഉണ്ടാകുക. ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകണ്ടേ? കുടിയേറ്റക്കാരായി അമേരിക്കയിൽ പോയവരെ വിലങ്ങ് വെച്ച് സ്പെഷ്യൽ വിമാനത്തിൽ ചാർട്ടർ ചെയ്ത് ഡൽഹിയിലും ബോംബെയിലും കൊണ്ടുവന്ന് ഇറങ്ങി. ഇത് കോസ്മെറ്റിക് വ്യവസായത്തിന് നമുക്കെന്താ പ്രശ്നമെന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടാവും. ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ കോസ്മെറ്റിക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. ഇതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടി വർധനവ് വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ് എല്ലാം കുഴപ്പത്തിലാകും. മാത്രമല്ല, എല്ലാ മാസവും പോയി ഫേഷ്യൽ ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ എല്ലാ മാസവും ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒരാൾക്ക്, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ഇപ്പൊ ഈ കാശിന്റെ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകണ്ടാന്ന് തീരുമാനിക്കും. അപ്പൊ ഇത് ശൃംഖലാ പ്രത്യാഘാതം എന്നുള്ള നിലയിൽ നമ്മുടെ മേഖലയിൽ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, ഒരു ബ്യൂട്ടി പാർലറിലെ KBAയുടെ ഒരു മെമ്പറാണെങ്കിൽ ആ മെമ്പറെങ്കിലും യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളാകെ മനസ്സിലാക്കണ്ടേ? ആ മനസ്സിലാക്കി നിലപാടെടുക്കുന്നവരെ പരിഗണിക്കണ്ടേ? ഇപ്പൊ സീഫുഡ് എക്സ്പോർട്ടേഴ്സ് എല്ലാവരും, സീഫുഡ് മാത്രമല്ല എല്ലാ എക്സ്പോർട്ട് മാനുഫാക്ചറേഴ്സും കേരള ഗവൺമെന്റിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്യണമെന്നാണ്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുമോ? GST നമുക്കുണ്ട്. സെൻട്രൽ GSTയിൽ 4% വരെ കേരളത്തിന് കിട്ടിയിരുന്നതാണ്. ഇപ്പൊ കേരളം ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഇടപെടൽ വന്നു. ഇനി മുതൽ കേരളത്തിൽ 1.9% ഉള്ളൂ എന്ന് പറഞ്ഞാൽ 12,000 കോടി രൂപ നേരിട്ടുന്ന കേരളത്തിന് കിട്ടുന്നത് കുറയുന്നതാണ്. കേരളം എങ്ങനെ ചെലവ് ചെയ്യുക? 1,600 രൂപ സാമൂഹ്യ പെൻഷൻ 2,000 ആക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്നു. അതിപ്പോ കുടിശ്ശികയില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ദയാപരിശീലന അംശാദായം ഇല്ലാതെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മുടെ വിഷമം നമുക്ക് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ, അല്ലാത്തവർക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് കിട്ടുന്നുണ്ടാവാം. 62 ലക്ഷം പേർക്കാണ് കേരളത്തിൽ കൊടുക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ടോ? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 200 രൂപ വാർദ്ധക്യകാല പെൻഷൻ കൊടുത്തത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഉയർത്താൻ BJP ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു കേരള ഗവൺമെന്റ്. 4 ലക്ഷം രൂപ 600 സ്ക്വയർ ഫീറ്റ് വീടിന് പഞ്ചായത്തുകളാണെങ്കിൽ 75,000 രൂപ കേന്ദ്ര ഗവൺമെന്റും മുനിസിപ്പാലിറ്റികളാണെങ്കിൽ 1.25 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റും കൊടുക്കും. ബാക്കി 3 ലക്ഷം രൂപയും കൊടുക്കുന്നത് കേരള ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് 6.5 ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുത്തു കേരളത്തിനകത്ത്. അഭൂതപൂർവമായിട്ട് മാറ്റം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ കേരളം ബെറ്റർ ആകുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ? മൊബൈൽ ഫോണാണ് നമ്മുടെ പൊതുവിടം. ഇപ്പോ പാർക്കല്ല, ചായപ്പിടിയല്ല, ആണോ? അവിടെയൊന്നും ആരും പോകാറില്ല, മൊബൈലാണ്. സമ്മേളനമായാലും പ്രസംഗമൊക്കെ അവിടെ അടക്കം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ? മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫോണിൽ വിളിച്ചു പറയാം, നമ്മൾ വീട്ടിൽ പാറില്ല. മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്താ? ഇപ്പോ അയ്യോ എന്ന് പറയില്ല, അവൻ വന്നോളും, കുഴപ്പമൊന്നുമില്ല, 1 മണിക്കൂർ കഴിയുമ്പോൾ എത്തിക്കോളും, നല്ല ആശ്വാസമാണ്. മൊബൈൽ ഫോൺ പോയി എന്ന് പറഞ്ഞാലോ അതോടുകൂടി മനസ്സമാധാനം തീർന്നു. അത്രമാത്രം നമ്മളുമായിട്ട് നാഭീനാള ബന്ധമാണ് ഇതിന്. അതാണ് ആശയ ലോകം എന്ന് പറയുന്നത്. അവിടെ പരസ്പരം മിണ്ടില്ല ആളുകൾ തമ്മിൽ.
ഞാനൊരിക്കൊരു കോമഡി കണ്ടു, നമ്മുടെ പ്രദീപിൻ്റെ കോമഡി. അയാൾ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അവർ രണ്ടുപേരും തമ്മിൽ മിണ്ടി എന്ന് കേട്ടല്ലോ. ഉടനെ അവിടെ നിന്ന് പറയാണ്, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്, അവർ മിണ്ടിയിട്ടുണ്ട്. അവർ മിണ്ടാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാമോ? നിങ്ങൾ അന്വേഷിച്ചോ? കറണ്ട് പോയത് കൊണ്ടാണ് അവർ മിണ്ടിയത് എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ ചാർജ് പോയിന്ന്. അപ്പം പിന്നെ രക്ഷയില്ല, പിന്നെ പരസ്പരം മിണ്ടാൻ തീരുമാനിച്ചു എന്നാണ് ഇങ്ങനെ. അപ്പോൾ അത്രമാത്രം മൊബൈലിന് നമ്മുടെ മുമ്പിലുള്ള സ്വാധീനം കളയണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് വഴിതെറ്റാനുള്ള മാർഗമുണ്ട്, ശരിയായ വഴിയിലേക്ക് നീങ്ങാനുള്ളതാണ്. വിരൽത്തുമ്പിലാണ് നമുക്ക് ലോകത്തുള്ള കാര്യങ്ങളെല്ലാം കിട്ടാനുള്ള സൗകര്യം. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല നിലയിലേക്ക് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കടിഞ്ഞൂലെന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റെയും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുക. ആ ശ്രമത്തിൽ അവർ വിജയിക്കുന്നത് മനഃപൂർവ്വമല്ല. നമുക്കൊരു ദൗർബല്യമുണ്ട് തൊഴിലാളിക്ക് കൃഷിക്കാരന് സാധാരണ ജനങ്ങൾക്കുള്ള ദൗർബല്യം എന്താ? എൻ്റെ മോനാണ് എൻ്റെ ദൗർബല്യം, എൻ്റെ മോളാണ് എൻ്റെ ദൗർബല്യം. അങ്ങനെയാണോ? ഭാര്യയാണോ? ഭർത്താവാണ്? ആ ദൗർബല്യം അവിടെ ഇരിക്കട്ടെ, ഞാൻ അതല്ല പറഞ്ഞത്. നമ്മുടെ ദൗർബല്യം എന്താ? നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് ആചാരങ്ങളുണ്ട്, നമുക്ക് മതമുണ്ട്, ഒരുപക്ഷെ ജാതി ഉണ്ടാവാം, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ആ ദൗർബല്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്യമതങ്ങളെ നിന്ദിക്കുന്നവനാക്കി മാറ്റാൻ നമ്മളെ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നല്ല വിധത്തിൽ നടക്കുന്നുണ്ട്. RSSും സംഘപരിവാറും അതിനുവേണ്ടി നിൽക്കുന്നവരാണ്. പ്രേമിക്കുന്നവർ തമ്മിൽ പരസ്പരം ജാതി നോക്കാതെ ഒന്ന് സ്നേഹിച്ച് വർത്താനം പോയി കഴിഞ്ഞാൽ ലവ് ജിഹാദ്. വാങ്കുവിളി എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇവിടെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് പ്രശ്നങ്ങൾ. ജിഹാദാണ്, എങ്കിലാ. തലയിൽ തട്ടമിട്ടാൽ ഉടനെ പ്രത്യേകമായിട്ടാണ് അവരെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുന്നത്. ബീഹാറിലെ മിക്കവാറും ഓരോ മണ്ഡലത്തിലും 27,000 വോട്ട് വീതം വെട്ടിക്കളഞ്ഞു CIA. പൗരത്വം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രയും കാലം അവിടെ താമസിച്ചവർക്ക് പൗരത്വം ഇല്ല എന്ന് പറയണേ. കേരളത്തിലും അങ്ങനെ ആക്കണമെന്ന് പറയണേ, വോട്ടവകാശം ഇല്ലാതാക്കാൻ. നമ്മൾ നമ്മുടെ പൗരത്വം അന്വേഷിച്ച് എവിടെ പോകും? നമുക്കാകെ റേഷൻ കാർഡ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അതിനപ്പുറം വേറെന്ത് രേഖയാണ് നമ്മുടെ കയ്യിലുള്ളത്? അത് വേണം നാളെ എന്ന് BJP വാദിച്ചു കഴിഞ്ഞാൽ നമ്മളാരും ഇന്ത്യയിലെ വോട്ടർമാരാവില്ലേ? കേരളത്തിലെ വോട്ടർമാരാവില്ലേ? എന്തൊരു തോന്നിവാസമുണ്ടെന്ന് പറയുന്നത്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മതത്തിന്റെ മാത്രം പരിപാവനമായ മതരാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. 1906 കാലഘട്ടത്തിൽ 1913 മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി ഫൈറ്റ് ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുകയാണ്, ISIS വേണ്ടി നിൽക്കുക. ഇന്ത്യയിൽ RSS 1925 ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിജയദശമി ദിനത്തിൽ RSSന്റെ 925 ശേഷമുള്ള വാർഷികമാണ്. ആ വാർഷികത്തിന്റെ ഭാഗമായി വിജയദശമി നാൾ മുഴുവനും ഈ മതരാഷ്ട്ര സങ്കല്പത്തിന്റെ പ്രചരണം സമൂഹത്തിൽ നന്നായി നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ത്യ മതരാഷ്ട്ര സങ്കല്പമാവണമെന്നുണ്ടെങ്കിൽ 1947 അംഗീകരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് നിഷേധിക്കപ്പെടണം. ആ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ ശ്രമിക്കുന്നത്. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എങ്ങനെയാ? വൈദേശികളായിട്ടുള്ള ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും വൈദേശികളായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയും മാർസിന്റെയും എംഗൽസിന്റെയും തത്വശാസ്ത്രം അനുസരിച്ച് ലോകത്തെല്ലാവർക്കും സുഖം വരണമെന്ന് കണക്കാക്കിക്കൊണ്ട് അവർ തന്നെ പറയുന്ന ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതാണ് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളെ നമ്മൾ സംഘടിക്കുമെന്ന് പറയുന്ന മുദ്രാവാക്യം. രണ്ടും ഒന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അത് വിദേശാശയത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് ഈ മൂന്നിനെയും ആഭ്യന്തര ശത്രുക്കളാക്കി പ്രഖ്യാപിച്ച് അവർക്ക് കൂടി ഈ നാടിൽ നിന്ന് പോകുമ്പോഴാണ് ഈ നാടിന് സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള അഖണ്ഡ ഭാരതം. ഇവിടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആദരിക്കുന്ന ചടങ്ങിൽ ഗവർണർ ആർലേക്കർ ഭാരതാംബയുടെ ഒരു ചിത്രം വെച്ചു. അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയും ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണോ ഇനി അങ്ങോട്ട്? അങ്ങനെ ഒരു സ്വപ്നം ഇന്ത്യയിലെ ആളുകളെ കൊണ്ട് നടക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ വ്യാമോഹമല്ലേ? ഗവർണർ പൊതുസ്ഥലത്ത് അത് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശിവൻകുട്ടിക്കെതിരെ കൊടുങ്ങല്ലൂർ ഭരണിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ. ശിവൻകുട്ടി പറഞ്ഞത് സന്തോഷമല്ല. അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ ഒരു പൊതുസ്ഥാനത്ത് ഗവർണർ ഇങ്ങനെ വയ്ക്കാൻ പാടില്ലായിരുന്നു. ഗവർണർക്ക് ഭാരതാംബയെ കാവിക്കൊടിയുടെ പ്രതീകമായി ദേശീയ പതാക ഇല്ലാതെ അങ്ങനെ പ്രാർത്ഥിക്കാനോ ആചരിക്കാനോ ഉള്ള അവകാശം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ അത് ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഒരു നാണക്കേടുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇന്ന് പല സ്ഥലത്തും അത് നടക്കാം. പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് ഹേ റാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ശാന്തിയിൽ ആശ്രമമായിട്ടുള്ള സമർമതിയിൽ നിന്ന് സമർമതി അകലെ അകലെ എന്നുള്ള പാട്ടുണ്ട്. പിന്നെ എന്താണ് സാരെ സാരെ എന്താണ് അടുത്തുള്ളത്? നവഖാലിയാണ്. നവഖാലി എവിടെ? പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ
സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കലാപങ്ങൾ നടന്ന വർഗീയ കലാപത്തിന്റെ ഭാഗമായി മരണപ്പെട്ട് കിടക്കുന്ന കബന്ധങ്ങൾ എണ്ണുകയായിരുന്നു മഹാത്മാഗാന്ധി. തിരിച്ചദ്ദേഹം ഡൽഹിയിൽ വന്ന് പ്രാർത്ഥനാ യോഗത്തിൽ വന്നപ്പോഴാണ് നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു വന്നത്. അദ്ദേഹം അത് സമ്മതിച്ചിടുവാണ്. എന്നാൽ പിന്നീട് ഇപ്പോൾ അഭിനവ ഭാരതത്തിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് അതിനെയെല്ലാം വിശ്വവൽക്കരിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നു. അതുകൊണ്ട് നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ മതവിശ്വാസവും അത് മറ്റുള്ളവരെ നിന്ദിക്കാൻ വേണ്ടി ആകരുത് എന്ന് മാത്രമാണ് CITU എടുക്കുന്ന നിലപാട്. CITUവിന്റെ ഭാഗമായിട്ടുള്ള തൊഴിലാളികൾ അത് നമ്മുടെ ദൗർബല്യമായി നമ്മളെ അന്യമതങ്ങളെ നിന്ദിക്കുന്നവരായി മാറ്റിക്കൊണ്ട് തൊഴിലാളി വർഗം എന്നുള്ളതിൽ എല്ലാവരും ഒരുമിച്ച് പോകണമെന്നുള്ള ഒരു ആശയത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ കൈകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ പരമ്പരാഗത ധാരണകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയ കാലഘട്ടത്തിന്റെ സവിശേഷത ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാവണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്